നമ്മുടെ ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ യാത്രകളിലാണ്. തെങ്കാശിയിലാണ് നമ്മുടെ സ്വന്തം സ്ഥലം. നമ്മളെപ്പോഴും തെങ്കാശിയുടെ കാഴ്ചകൾ നിങ്ങൾ ഒരുപാട് തരാറുണ്ട്. നമ്മുടെ യാത്രാ ചാനലിൽ ഞാനൊരു അടിപൊളി സംഭവം കൊണ്ട് നമ്മുടെ കൊല്ലത്തേക്കൊക്കെ വരുന്ന സാധനമാണ് കേട്ടോ. കൊല്ലത്തല്ല, കേരളത്തിൽ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും അല്ലേ. അപ്പോ ഇത് നാനൽ എന്ന് പറയുന്ന ഒരു കമ്പാണ്. ഇത് ഇവിടുത്തെ തമിഴ്നാട്ടിലെ തോടിന്റെ സൈഡിലുള്ള കാട്ടുപ്രദേശത്ത് നിന്ന് വെട്ടിക്കൊണ്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒറ്റാല് കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലേക്ക്. നമ്മൾ കൊല്ലംകാർ ഒരുപാട് കണ്ടിട്ടുണ്ട്. അഷ്ടമിക്കായലും നീണ്ടകരയും അതുപോലെ തന്നെ കക്ക വരുന്ന സ്ഥലത്തൊക്കെ ഒറ്റാൽ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നത്, ഒറ്റാൽ ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ നാനൽ എന്ന് പറയുന്ന ഈ കമ്പ് കൊണ്ടാണ് ഒറ്റാൽ ഉണ്ടാക്കുന്നത്. ചേട്ടാ മുരുകൻ ചേട്ടനാണ് കേട്ടോ. അവിടെ ചിന്നമുരുകൻ ഇരിപ്പുണ്ട്. അവിടെ ഒരു സമുദ്രം ചെങ്കോട്ട മാർക്കറ്റിന്റെ അടുത്താണ്. എങ്ങനെയാണ് ഈ ഒറ്റാൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് എവിടെയൊക്കെയാ കൊടുക്കുന്നത്? ശങ്കരൻകോവില് അവിടെ മാർക്കറ്റിലാണ് കൊടുക്കുന്നത്. അവിടെ നിന്നാണ് എല്ലാ സ്ഥലത്തേക്കും മേടിച്ചിട്ട് പോകും. എത്ര ദിവസം കൊണ്ട് എത്ര എണ്ണം ഉണ്ടാക്കും? ദിവസം 2 3 അപ്പൊ നമ്മൾ ഈ ഒരു ഒറ്റാലിന് എന്ത് വിലയുണ്ട്? ഒറ്റാല് 300 രൂപ. അപ്പൊ ഒരു ഒറ്റാലിന് 300 രൂപയാണല്ലേ? ഈ കമ്പ് എവിടുന്നാ നമ്മൾ കൊണ്ടുവരുന്നത്? അത് ആത്തുമുട്ടയില. ഇത് നമ്മുടെ ആറ്റിന്റെ തീരത്തുണ്ടോ? തമിഴ്നാട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇത് നമ്മുടെ ചൂരലിന്റെ കണക്ക് തന്നെ മുള കുഞ്ഞൻ മുള നാനൽ എന്ന് പറയല്ലേ. അപ്പൊ ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഒറ്റാൽ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് കൊല്ലത്ത് അതുപോലെ തന്നെ കേരളത്തിലെ ആലപ്പുഴ എല്ലാ സ്ഥലത്തും ഒറ്റാൽ ഉണ്ടാക്കി എല്ലാ സ്ഥലത്തും എത്തിക്കുകയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ മീൻ പിടിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കി നമ്മൾ കണ്ടു. ഒറ്റാൽ എവിടെ നിന്ന് വരുന്നത്? ചെറുതുകൊണ്ട് വലുതുണ്ടല്ലേ. ശങ്കരൻകോവിൽ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് അവിടെ മൊത്തം കടയിലെ മാർക്കറ്റിൽ കൊണ്ടുപോകണം. അവര് മേടിക്കും. കടയിൽ നമ്മൾ മൊത്തത്തിൽ കൊടുക്കും. നമുക്ക് അപ്പോൾ തന്നെ പൈസ കിട്ടും. 300 രൂപ. അവര് അത് കൂടുതൽ വിൽപ്പനയ്ക്കുണ്ടല്ലോ. അവർ 500 ഉണ്ട്. നമ്മളിത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇത് പിറന്ന കാലത്ത് തന്നെ നമ്മൾ ചെങ്കോട്ടയില് മാർക്കറ്റിന്റെ അടുത്തല്ലേ കഷ്ടപ്പെട്ടുതാ ഇരിക്കും. ഒരു ദിവസം ഒരു 3 എണ്ണം ഉണ്ടാകുമല്ലോ? 2 ഉണ്ടാകും. നിങ്ങൾ 3 പേരെന്താനാ? 3 പേരും കഷ്ടപ്പെട്ടുകിട്ടേ ഇരിക്കും. ഞങ്ങൾക്ക് ആണ്ടും തുണ ചെയ്യാൻ വേണ്ടിക്കാരെ വീട്ടിലെ പിള്ളേർക്കൊക്കെ അരി മേടിക്കാൻ നമ്മള് വർഷങ്ങളായിട്ട് പണി ചെയ്യാം. ரொம்ப கஷ்டம். சாப்பாடுக்கு அன்னைக்கு உள்ளது இன்னைக்கு இதுல என்ன பைசா கிடைக்கும்? சும்மா எனக்கு 6 மக்கள். 6 மக்கள். அவங்க அவர் கல்யாணம் எல்லாம் அவரோடு போய். அவங்க அண்ணனுக்கா? அவருக்கும் 4 மக்கள் உண்டு. 4 மக்கள். எல்லாரும் பணிக்காரா? எல்லாரும் பணிக்காரு. அவர் போய் நாங்க வயசாகி இப்ப நீங்க 3 பேருக்கும். എത്ര വയസ്സുണ്ട്? எனக்கு 80 വയസ്സ്. അവർക്ക് 85. അല്ല 80 85. അവര് 70 വയസ്സ്. അത്രേ ഉള്ളൂ. കുറവാ, നമ്മളെക്കാളും കുറവാ. 70 75 இருக்கும் മുരുകനുக்கு. അത് ശരി. ഇത് വന്ന് നേരിട്ട് ഇവിടുന്ന് ആരെല്ലാം മേടിച്ചുകൊണ്ട് പോകാറുണ്ടോ? ഇവിടത്തെ இருக்கும். ഇവിടുന്ന് വന്ന് മേടിക്കും. ഇവിടുന്ന് നേരിട്ട് മേടിക്കുമ്പോ എത്ര രൂപ കൊടുക്കുന്നത്? അത് 300 രൂപ പോകും. 300 രൂപ പോകും. കടയിലും നമ്മളെങ്ങനെ കൊടുക്കുന്നത്? കടയിൽ 250. നമ്മളിവിടെ തെങ്കാശിയിൽ വേറെ സ്ഥലത്ത് എവിടെയെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? തെങ്കാശിയിൽ കിട്ടിയാതെ നമ്മൾ മാത്രം. എത്ര വർഷമായി? അത് നമ്മൾ പിറന്ന കാലത്തുണ്ട്. തലമുറയായി വന്ന പണിയായിരിക്കും അല്ലേ? അന്ന് ഹോട്ടലിന് എന്നാ വിലയായിരുന്നു സ്റ്റാർട്ടിങ്? അത് കുറച്ച് വില, കുറച്ച് അല്ലേ? ചെറിയ പൈസ. നമ്മുടെ ഇപ്പോഴത്തെ കണക്കുള്ള പൈസ ഇല്ല. ഒരു മാസം ഒരു 10-50 ഉണ്ടാകുമോ? 50 ഇതാണ് നമ്മുടെ സ്ഥിരം തൊഴില്. അപ്പൊ ഈ കമ്പാണ് നമുക്ക് ധാരാളം കിട്ടും ഇവിടെ അല്ലയോ? അല്ലേ? ആണല്ലേ? ഇത് ഇഷ്ടംപോലെ ഉണ്ട് തോടിന്റെ കരയിൽ അല്ലയോ? ഇത് പൈസയൊന്നും കൊടുക്കണ്ടല്ലേ? കൊടുക്കണ്ട. അങ്ങനെ നമ്മുടെ ഒറ്റാല് നിർമ്മിക്കുന്ന കാണണ്ടേ അല്ലേ? ഒറ്റാലിന്റെ നാനൽ എന്ന് പറയുന്ന കമ്പ് ചെത്തി മിനുക്കി എടുക്കുന്നേ ഉള്ളൂ മുരുകൻ ചേട്ടൻ. അപ്പുറത്തൊരു ചിന്ന മുരുകൻ ചേട്ടനെ കൊണ്ട് സമുദ്രൻ ചേട്ടനാണ് ഒറ്റാൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ തമിഴ്നാട്ടില് വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ നാട്ടിൽ വരുന്ന എല്ലാ സാധനങ്ങളും തമിഴ്നാട്ടിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ അവിടെ വട്ടി കൊട്ടാൻ മുറം നെയ്ത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറവാണ്. ഉണ്ട്. അപ്പോ തമിഴ്നാട്ടിലെല്ലാം ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പല സ്ഥലത്തേക്കും കർണാടകത്തിലൊക്കെ കൊണ്ടുപോകുന്നല്ലേ? തിരുനെൽവേലി, കർണാടകം, എല്ലാ സ്ഥലത്തേക്കും ഈ മീൻ പിടിക്കുന്നിടത്ത് എല്ലായിടത്തും ചെറിയ ഒറ്റാലും വലിയ ഒറ്റാലും. ഇതിന്റെ ചെറുതുണ്ടോ? നമ്മൾ ഇതാണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒറ്റാലുകൾ അല്ലേ? അപ്പൊ മത്സ്യം പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒറ്റാല് നിർമ്മിക്കുന്ന സാധാരണ ആരും കണ്ടിട്ടില്ല. ഒറ്റാലുകൾ കണ്ടിട്ടുണ്ട് മീൻ പിടിക്കുന്ന. ഒറ്റാൽ ഉപയോഗിച്ച് അടിപൊളിയായിട്ട് മീൻ പിടിക്കാം. ഒരുപാട് മീനെയും പിടിക്കാം. അപ്പൊ ഒറ്റാല് നിർമ്മിക്കുന്ന കാണിച്ചു തരാം. ഇതിന്റെ ആദ്യത്തെ ഒരു സെക്ഷനാണ് നമ്മൾ കണ്ടത്. അപ്പൊ അടുത്ത സെക്ഷനായിട്ട് കാണിച്ചു തരാം. കുലത്തൊഴിലാ? അപ്പ അമ്മ ഒക്കെ ചെയ്ത എല്ലാവർക്കും ഇങ്ങനെ പഠിച്ചു ചെയ്യാണ് കുട്ടിക്കാലം പോലെ. കുളന്തയായിരിക്കെ 4 പേര്. കുളന്ത 4 പേര്. 4 പേര് അല്ലേ? ആണ് 2 പെണ്ണ്. നല്ല സ്ട്രോങ് ആണോ ഈ സാധനം? ഒടിയത്തില്ല?
ഇതിങ്ങനെ വിൽക്കത്തേ ഉള്ളു ഡയറക്റ്റ്. ഇതിനു വേണ്ടി വാങ്ങണ இது பார்டர் உண்டு. இந்த தடி கட்டி வரும், மரம் மரம் அது கட்டி வரும், அவங்க அள்ளி കളഞ്ഞിടും. ഒറ്റാല് ഇതിന്റെ ചെറുതുണ്ടോ? ചിന്ന ഒറ്റാല് ഉണ്ട്, ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. ചിന്ന ഒറ്റാല് പെരീസ് ഒറ്റാല് അല്ലെ എല്ലാം ഇങ്ങനെ അങ്ങനെ ചെയ്യും. ചിന്ന കൊട്ട എല്ലാം കൊട്ട എല്ലാം ചെയ്യും. ഇത് നമ്മൾ 300 രൂപയ്ക്ക് വെക്കുന്ന അല്ലേ? ഇത് 300 രൂപ. ഇത് 300 രൂപ. ഇത് നമ്മള് ശങ്കരൻകോവിൽ കൊണ്ട് കടയിൽ കൊടുക്കും. എല്ലാം വെളിയിലും വിൽക്കും, ശങ്കരൻകോവിൽ കടയിലും കൊടുക്കും. എങ്ങനെ വേണ്ടാലും കൊടുക്കാം. മാർക്കറ്റില് വില നമുക്ക് 300 രൂപ, അവര് അതിൽ കൂടുതൽ വിൽക്കും. അത് അവർ കൂടുതൽ വിൽക്കും. നമുക്ക് എങ്ങനെ അതുകൊണ്ട് മെച്ചമുണ്ടോ? നഷ്ടമുണ്ട്. നമ്മള് വർഷങ്ങളായി ചെയ്യുന്ന തൊഴിലായതുകൊണ്ട് നമുക്ക് ഇതിന്റെ ചിന്ന സൈസ് എടുക്കുക അല്ലേ? ചിന്ന ചെയ്യുന്നുണ്ട്, ചിന്ന ചിന്ന ചെറിയ ചെറിയ ഏത് വേണമെങ്കിലും ചെയ്യാം. അതിന് എന്നാ വിലയാ? അത് 200 രൂപ, 150 രൂപ. 150 രൂപ. നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ ഇത് ഉപയോഗിച്ച് മീൻപിടുത്തം ഉണ്ടോ? ഉണ്ട്. ഒരു ദിവസം ഒരു ഒറ്റാല് പണിയോ? ഒരു ദിവസം 2 എണ്ണം പണിയോ? 2 എണ്ണം. അപ്പൊ ഒരു മാസം നമുക്ക് 50 എണ്ണം പണിയാം. നിങ്ങൾ 3 പേര് മാത്രമാണ് വർഷങ്ങളായിട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ പണി ഇനി ഇതിനകത്ത് എന്തോ പണി? ഇനി പണി തീർന്നോ? ഇതിന്റെ പണി തീർന്നു, ഫുള്ള് പണി തീർന്നല്ലയോ? നമ്മൾ ആ പ്ലാസ്റ്റിക് കൊണ്ടുള്ള വരിച്ചിട്ട് മാത്രമാണ് പിന്നെ അവസാനം വരുന്നത് അല്ലയോ? പ്ലാസ്റ്റിക് ഇല്ല, എത്ര നാള് നിൽക്കും ഒറ്റാല്? ഇത് 1 വർഷത്തേക്ക് നിൽക്കും. 1 വർഷം നിൽക്കും. വെള്ളത്തിൽ ഇടുന്നതനുസരിച്ച് ക്വാളിറ്റി നല്ല ഇതാവും. വെള്ളത്തിൽ നമ്മള് വരിഞ്ഞ് അതിന്റെ കറക്റ്റായിട്ട് എടുക്കുമ്പോഴത്തേക്ക് എവിടെ പോലും 300 കൊടുക്കാൻ മതി. അപ്പോ ഇതാണ് ഒറ്റാലെന്ന് പറയുന്ന സാധനം. നമ്മുടെ സമുദ്രൻ ചേട്ടൻ കേട്ടോ. അപ്പോ നമ്മുടെ മുരുകൻ ചേട്ടൻ, സമുദ്രൻ ചേട്ടൻ, ചിന്ന മുരുകൻ ചേട്ടനുണ്ട്. അപ്പോ ഇത് 300 രൂപയുടെ ഒറ്റാലാണ്. നമ്മുടെ കരുനാഗപ്പള്ളി, ചവറ, നീണ്ടകര, തേവള്ളി എല്ലാ സ്ഥലത്തും ചേട്ടൻ വരും, ഇത് കൊണ്ടുവരുന്നുണ്ട്. ഇത് ശങ്കരൻകോവിൽ മാർക്കറ്റ് വിറ്റാണ്. പല സ്ഥലത്തേക്ക് പോകുന്നെങ്കിൽ തന്നെ നേരിട്ട് മേടിക്കാം. ഇതിന് ചെറിയ ഒറ്റാലുണ്ട് 200 രൂപയുടെ, കാര്യം ചെറുതുണ്ട് 150 രൂപയുടെ. അപ്പോൾ നമ്മൾ മറക്കണ്ട, നമ്മുടെ തമിഴ്നാട്ടില് തെങ്കാശിയിൽ ചെങ്കോട്ടയിൽ മാർക്കറ്റിനടുത്താണ്. നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ നമ്മുടെ തെങ്കാശി വന്നാൽ ഞാൻ എപ്പോഴും പറയത്തില്ലേ. അപ്പൊ ഒറ്റാലിന്റെ കച്ചവടം പൊടി പിടിക്കട്ടെ എന്ന് നമുക്ക് പറയാം അല്ലേ? സമുദ്രൻ ചേട്ടനൊക്കെ തലമുറകളായിട്ടുള്ള കേട്ടോ. ഇവര് പാരമ്പര്യമായിട്ട് അപ്പാവും അമ്മാവും ഒക്കെ ചെയ്യുന്ന കണ്ട് പഠിച്ചു വന്ന് വയസ്സ് 80. 10 വയസ്സില് പണി തുടങ്ങിയതാണ്. 10 വയസ്സിലെ പണി തുടങ്ങിയിട്ട് ഇപ്പോഴും ഒറ്റാല് പണിയാണ്. ഇതുകൊണ്ടാണ് ഈ കുടുംബം എല്ലാം പോറ്റുന്നത്, ഇവര് 3 പേരും. അപ്പോൾ അടിപൊളി കാഴ്ചയാണ്. ഒറ്റാല് കൊണ്ട് മീൻ പിടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് നീണ്ടകരയിലൊക്കെ നമ്മുടെ സ്ഥലത്ത്. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഒറ്റാലാണെന്ന് മനസ്സിലാക്കണം. ഇവിടെ തെങ്കാശിയിൽ മാത്രമാണ് ഒറ്റാല് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇനിയും ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ ഇതുപോലെയുള്ള നേർക്കാഴ്ചകളുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നാലെ വന്നോളൂ.